കെട്ടുകണക്കിന് പൈപ്പ് ക്ലീനർ ആണോ ഞാനിവിടെ വാങ്ങി വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ട് വെച്ചേക്കണത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് വീണ്ടും ഒരു ഫ്ലവർ ലാമ്പ് ഉണ്ടാക്കാം. അന്ന് ഈ ഒരു ഫ്ലവർ ലാമ്പ് ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടതിന്റെ ആവേശത്തിലാണോ ഇത്രയും പൈപ്പ് ക്ലീനർ വാങ്ങി വെച്ചത്. പക്ഷെ വാങ്ങി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ ആ ഒരു വശത്തേക്കേ പോയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എപ്പോഴും ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കാണാനാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാര്യമായിട്ട് ഇതിന്റെ പുറകെയൊന്നും പോവാത്തതും. പക്ഷെ 2 ദിവസമായിട്ട് എനിക്ക് ക്ലേയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടി. അന്നേരം എനിക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു കാര്യം ഇതുകൊണ്ടുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ആണ്. ഇതാകുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല രസമാണ്, ചെയ്യാനായിട്ട് നല്ല ഈസിയുമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എന്റെ മടുപ്പ് മാറ്റാനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടുമ്പോൾ നിങ്ങളും ഒന്ന് ചെറുതായിട്ട് എന്നോട് സഹകരിക്കുക. പിന്നെ ഈ ഒരു പൈപ്പ് ക്ലീനർ ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ഇട്ടാൽ മതി. അതുപോലെ ഈ ഒരു ഫ്ലവർ ലാമ്പ് മേക്കിങ്ങിനെ പറ്റിയിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിത് പറഞ്ഞു തരുന്നേക്കാളും എന്തുകൊണ്ട് നല്ലത് നിങ്ങളിത് കണ്ടു മനസ്സിലാക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ ലാമ്പിന്റെ ഇൻസ്പോത ഇതായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെ എന്തൊക്കെയോ രീതിക്കായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കൃഷ്ണന്റെ ഒപ്പം ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും നീലയാണല്ലോ, അപ്പൊ കാണാനായിട്ട് ഒരു രസത്തിന് വെച്ചു കൊടുത്താണ്. അത് കാണാനായിട്ട് വേറൊരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്ലവർ ലാമ്പ് എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ വാഴ കൊലച്ചേക്കണ പോലത്തെ ഒരു ഫീൽ. അതിപ്പോ ഇങ്ങനൊരു വാഴ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റിൽ പറ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് മറക്കണ്ട.